ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം നമ്മളുടെ 9th ടെക്സ്റ്റ് ബുക്ക് മാറി അറിയാലോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2024 ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററായ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ ഈ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും അഥവാ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ SCRT ക്ലാസ് 9th എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെ വീഡിയോസുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസുകളും ഓരോ ചാപ്റ്റർ വൈസ് ആക്കിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് ചെയ്യുക. 18-ാം തീയതി അല്ലേ, ഈ വരുന്ന August 18 അഥവാ അടുത്ത തിങ്കളാഴ്ച നമ്മളുടെ എക്സാം തുടങ്ങുകയാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ടു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഇതാണ് നമ്മളുടെ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ചോദ്യം. ദ പ്രൈസ് ഓഫ് എ പെൻ and a pencil is 24 rupees. The price of the pen and 2 pencil is 30 rupees. What is the price of a pencil? What is the price of a pen? അതായത് ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്. ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടി 24 രൂപയാണ് വില. ഇതേ വിലയുള്ള ഒരു പേനയ്ക്കും 2 പെൻസിലിനും കൂടി 30 രൂപയാണ് വില. എങ്കിൽ ഒരു പെൻസിലിൻ്റെ വില എത്ര? ഒരു ചോദ്യം വിട്ടുകണല്ലേ, പേനയുടെ വിലയുണ്ട് കേട്ടോ. നോക്കിയാൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ. ഇവിടെ പേനയുടെ വില എത്രയെന്ന് എഴുതാൻ ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേനയുടെയും പെൻസിലിൻ്റെയും വില കാണണം. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോണം കേട്ടോ. രണ്ടാളുകളാണുള്ളത്, ഒരു പേനയും ഒരു പെൻസിലും. പേനയെ ഞാൻ X എന്നെടുത്തു, പെൻസിലിന് ഞാൻ Y എന്നെടുത്തു. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, എ പെൻ എ പെൻസിൽ, ഒരു പേനയും ഒരു പെൻസിലും. ഒരു പേനൻ്റെ വില എത്രയാണ്? X ആണ്. ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? Y ആണ്. ഇതിന് രണ്ടിനും കൂടിയും അപ്പോൾ ഈ രണ്ട് വിലകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24. അഥവാ X + Y = 24. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ദ പ്രൈസ് ഓഫ് ദ പെൻ ആൻഡ് 2 പെൻസിൽ. പേന ഒന്ന് തന്നെയാണ്, ഇതേ വിലയുള്ള ഒരു പേന 2 പെൻസിൽ. ഒരു പെൻസിലിന് Y ആണെന്നുണ്ടെങ്കിൽ 2 പെൻസിലിന് എന്താകും? 2 Y ആവും അല്ലേ. ഒരു പെൻസിലിന് Y, വേറൊരു പെൻസിലിനും Y, അപ്പോൾ Y + Y എന്തായി? 2 Y ആയി. അപ്പോൾ നമ്മളുടെ അടുത്ത ഇക്വേഷൻ X + 2Y = 30. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. നോക്കിയേ, ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പറുകൾ സെയിം ആണ്. ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ടാവും. ഇവിടെ എക്സിൻ്റെ കൂടെ 1 ഉണ്ട്, ഇവിടെയും എക്സിൻ്റെ കൂടെ എത്രയുണ്ട്? 1 ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആയതുകൊണ്ട് ഒന്നൊന്ന് മറ്റൊന്ന് മൈനസ് ചെയ്താൽ അതെന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇക്വേഷൻ നമ്പർ 2 എന്ന് 1 മൈനസ് ചെയ്യുക. എക്സ് എന്ന് എക്സ് പോയി, 2 Y എന്ന് 1 Y പോയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 1 Y ഉണ്ടാവും. 30 എന്ന് 24 പോയി, ബാക്കി എത്ര ഉണ്ട്? 6. അപ്പോൾ Yയുടെ വാല്യൂ കിട്ടിയ എത്രയാ? 6. അഥവാ പെൻസിലിൻ്റെ വില 6. ഇനി പേനയുടെ വില കാണാൻ ഈ Yയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എടുത്തു. X + Y = 24. X + Y = 24. Y 6 ആണ്, അപ്പോൾ X + 6 = 24. ഈ +6നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. +6 ഇപ്പുറം വരുമ്പോൾ എന്താവും? -6 ആകും. അപ്പോൾ 24 - 6 നമുക്ക് എത്ര കിട്ടും? 18. അപ്പോൾ പേനയുടെ വിലയും കിട്ടി 18. അപ്പോൾ പേനയ്ക്ക് 18 രൂപയും പെൻസിലിന് 6 രൂപയും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ ആണ്.
അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്കെ ആണല്ലോ. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിങ്ങനെ വന്നപ്പോൾ ഒരുപാട് ടൈം എടുത്തുന്നുള്ളൂ. പെട്ടെന്ന് എഴുതി പോയാൽ ആൻസർ കുറച്ചല്ലേ ഉള്ളൂ അല്ലേ. 2 മാർക്കിന് 2024 ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ സം ഓഫ് 2 നമ്പർ ഈസ് 29 ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 5. വാട്ട് ആർ ദ നമ്പേഴ്സ്? 2 സംഖ്യകളുടെ തുക 29ഉം അവയുടെ വ്യത്യാസം 5ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. 2 സംഖ്യകൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 സംഖ്യകളെ നമുക്ക് എക്സ് വൈ എന്നെടുക്കാം. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ സമ്മ തുക, അഥവാ ഇത് രണ്ടും കൂട്ടുമ്പോൾ 29 കിട്ടും. ഇതിന്റെ വ്യത്യാസം അഥവാ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ 5ഉം കിട്ടും. ഇവിടെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. എക്സിന്റെ കൂടെയും കോഎഫിഷ്യന്റ് 1 ആണ്, വൈൻ്റെ കൂടെയും കോഎഫിഷ്യന്റ് 1 ആണ്. വൈൻ്റെ കൂടെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അപ്പം അത് കൂട്ടുമ്പോൾ ക്യാൻസൽ ആയി പോവും. കുറക്കുമ്പോൾ എക്സും പോവും, കൂട്ടുമ്പോൾ വൈയും പോവും. നമുക്കിവിടെ ഇത് രണ്ടും ഒന്നും കൂട്ടാം. ഓക്കെ, നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യാൻ പോവാണ്. എക്സും കൂട്ടിയാൽ എത്രയായി? 2x ആയി. വൈയും മൈനസ് വൈയും കൂട്ടുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും, കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. 29ലോട്ട് 5 കൂട്ടിയാൽ 34 കിട്ടും. ഇനി ഈ 2നെ അപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ 34/2 എന്നാവും, അഥവാ 17 എന്ന് കിട്ടും. ഇനി ഈ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 എടുത്തു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 29 ആണ്. എക്സിന്റെ വാല്യൂ 17. അപ്പോൾ 17 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 29. 17 ഇപ്പുറം വരുമ്പോൾ 29 മൈനസ് 17 12. ഇനി ഞാൻ ഈ 2 ഇക്വേഷൻ, അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടിയിട്ടോ, സംഖ്യകൾ കിട്ടിയ ഒന്ന് 12 ഒന്ന് 17. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 2 കൂട്ടിക്കാണല്ലോ, 1 2 കുറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എക്സ് എക്സ് പോയി. ഇനി വൈ എന്ന് മൈനസ് വൈ ആണ് പോണേ. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. 1 എന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? -1. അപ്പോൾ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. അപ്പോൾ 1 + 1 2y ആവും. ഈക്വൽ ടു നോക്കിയാൽ 29 5 പോയാൽ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഇനി 2നെ അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു 24/2 എന്നാവും. ദെൻ y ഈസ് ഈക്വൽ ടു 24/2 എത്രയാണ്? 12. കണ്ടോ? അപ്പോൾ ആദ്യം നമുക്ക് y കിട്ടും. അപ്പോൾ കൂട്ടിയാലും കുറച്ചാലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് വരികയാണെന്നുണ്ടെങ്കിൽ കൂട്ടിയാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വരില്ല. ഏത് കൺഫ്യൂഷൻ? മൈനസ് മൈനസ് കുറക്കുന്ന കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ല? ഓക്കെ, 3 മാർക്കിന് 2024 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സംഖ്യകൾ 12ഉം 17ഉം. ഇനി അടുത്തൊരു ചോദ്യം. ദ സം ഓഫ് ഏജ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു is 60 years. After 6 years ago, after 6 years, age of Rajan become 3 times the age of his son. What are the present age of father and his son? രാജന്റെയും മകൻ ബാബുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 60 ആണ്. 6 വർഷത്തിന് ശേഷം രാജന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാകും. 6 വർഷത്തിന് ശേഷമാണ് കേട്ടോ. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് എത്ര? 4 മാർക്കിന് 2024 ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ 2 ആളുകളുണ്ട്, ഒന്ന് രാജൻ ഒന്ന് മകൻ. രാജന് ഞാൻ എക്സും കൊടുത്തു, മകന്റെ വയസ്സിന് ഞാൻ വൈ എന്ന് എടുത്തു. ഇപ്പത്തെ വയസ്സാണ് കേട്ടോ. ഇനി 6 വർഷം, ആഫ്റ്റർ 6 ഇയർ, 6 വർഷത്തിന് ശേഷം, ഇപ്പൊ രാജന് എക്സ് വയസ്സാണെന്നുണ്ടെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ എത്ര ഗ്രാം? അതായത് ഇപ്പം നിങ്ങൾക്ക് 14 വയസ്സാണെന്ന് കരുതാം. 14ആണല്ലോ ഇപ്പം ഉണ്ടാവുക 9ാം ക്ലാസ് പറയുമ്പോൾ. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് 6 വയസ്സ് കൂട്ടും. 14 6 എത്രയാണ്? 20 വയസ്സാകും. ഇനി ഇപ്പോൾ 10 വയസ്സുള്ള ഒരാൾക്ക് 6 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിലേക്ക് 6 കൂട്ടിയാൽ പോരെ. അപ്പോൾ എക്സ് വയസ്സുള്ള ഒരാൾക്ക് 6 വർഷം കഴിയുമ്പോൾ എന്താകും? എക്സ് പ്ലസ് 6 ആകും. വൈ വയസ്സുള്ള ഒരാൾക്ക് 6 വർഷം കഴിയുമ്പോൾ എന്താകും? വൈ പ്ലസ് 6 ആകും. ഒരു മിനിറ്റ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഇക്വേഷൻ വരുന്നുണ്ട് അല്ലേ, അത് നമ്മൾ പറഞ്ഞിട്ടില്ല, സോറി. ഇവിടെ ശ്രദ്ധിക്കണേ. നോക്കിയാ,
ദ സം ഓഫ് ദ ഏജ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു ഇസ് 60 years എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജൻ്റെയും മകൻ ബാബുവിൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 60 എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എന്താ വായിച്ചെന്ന് ഓർക്കുന്നില്ല, സോറി. അതായത് ദ സം ഓഫ് ഏജ് ഓഫ് രാജൻ ആൻഡ് ഹിസ് സൺ ബാബു ഇസ് 60. രാജൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ ഇപ്പോഴത്തെ തുക 60. അപ്പോൾ രാജന് ഇപ്പോൾ എക്സ് ആണ്, മകനിപ്പോൾ വൈ ആണ്. അത് രണ്ടും കൂട്ടി 60. അതിനുശേഷമാണ് ആഫ്റ്റർ 6 years ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ 6 years ഒരു കോമഡ് ഏജ് ഓഫ് രാജൻ ബിക്കം 3 times ദ ഏജ് ഓഫ് ഹിസ് സൺ. രാജന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങായി. അതിനുശേഷമാണ് ആഫ്റ്റർ 6 years കേട്ടോ. ആദ്യം ഇപ്പോഴത്തെ വയസ്സുകളുടെ സമ്മ തുക 60 എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ 6 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സ് എഴുതുന്നത്. ഇനി ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക. ബിക്കം 3 times എന്നാണ് പറയുന്നത്. രാജൻ ബിക്കം 3 times ദ ഏജ് ഓഫ് സൺ. രാജന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണേ, ഞാൻ ആദ്യം എഴുതി കാണിച്ചുതരാം. രാജന്റെ പ്രായം സമം മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 into സൺ എന്ന് വരും. ഓക്കെ, രാജൻ സമം 3 into സൺ. രാജന്റെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 6. അങ്ങനെയാണ് ഇവിടെ എക്സ് പ്ലസ് 6 വന്നത്. 3 into സണ്ണിന്റെ വയസ്സ് എത്രയാണ്? വൈ പ്ലസ് 6. അങ്ങനെയാണ് ഇവിടെ വൈ പ്ലസ് 6 വന്നത്. ഓക്കെ ആണ്. രാജൻ സമം 3 into സൺ. 3 times 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിക്കണം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 into വൈ 3y പ്ലസ് 3 into 6 18. ഇനി എക്സുകളും വൈകളും ഒരു ഭാഗത്തേക്കാക്കുക. ഞാൻ ഈ 3y ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, 6 ഞാൻ അപ്പുറത്തോട്ടും കൊണ്ടുപോകുകയാണ് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, ശരിക്കും ശ്രദ്ധിക്കണേ. 3y ഇപ്പുറം വരുമ്പോൾ -3y ആകും, +6 ഇപ്പുറം വരുമ്പോൾ -6 ആവും. 18 6 പോയാൽ ബാക്കി എത്ര ഉണ്ടാകും? 12 ഉണ്ടാകും. അപ്പൊ എക്സ് മൈനസ് 3y = 12 രണ്ടാമത്തെ ഇക്വേഷനായി. ഇവിടെ എക്സ് പ്ലസ് വൈ = 60 ഒന്നാമത്തെ ഇക്വേഷനായി. ഇനി ചെക്ക് ചെയ്ത് എക്സിന്റെ കൂടെയുള്ള നമ്പറുകൾ സെയിം അല്ലേ? എക്സിന്റെ കൂടെയുള്ള നമ്പറുകൾ സെയിം അല്ലേ? അപ്പൊ ഞാൻ ആ ഒന്നാമത്തെ ഇക്വേഷൻ ഈ രണ്ടാമത്തെ ചോട്ടിക്ക് എഴുതിട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? 1 2 കുറച്ചു. 1 2 കുറക്കുകയാണ്. താഴത്തുനിന്ന് മേലത്താണ് കുറക്കണം കേട്ടോ. എക്സ് പോയി. ഇനി ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോണേ. ഒരു വൈന്ന് -3y ആണ് പോണത്. അഥവാ 1 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? -3നെ മൈനസ് ചെയ്യണം. അപ്പൊ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. അപ്പൊ 1 + 3 4 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 4y എന്ന് വന്നത്. 60 18 പോകുമ്പോൾ 10 2 പോയാൽ 8, പിന്നെ ഇവിടെ 5 ആകും. 5 1 പോയാൽ 4 48. ഇതിന്ന് y കാണാന് 4നെ അപ്പുറത്ത് കൊണ്ടുപോകും. 4 ഇവിടെ ഗുണിക്കാനല്ലേ? ഗുണിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പൊ 48/4 നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. y 12 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ലോ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ലോ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 1 എടുത്തു. x + y = 60 ആണ്. y 12 അല്ലേ? അപ്പൊ വൈയുടെ സ്ഥാനത്ത് 12 കൊടുക്കുക. ഓക്കെ, അപ്പൊ x + 12 = 60 എന്ന് കിട്ടും. ആ 12നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പം മൈനസായി. 60ന്ന് 12 പോണം. 10ന്ന് 2 പോയാൽ 8 കിട്ടും. പിന്നെ അവിടെ 6ൽ 5 ഉള്ളു. 5ന്ന് 1 പോയാൽ 4 40. അപ്പൊ രാജന്റെ വയസ്സ് എത്രയാണ്? 48 ആണ്. മകന്റെ വയസ്സ് എത്രയാണ്? 12 ആണ്. രാജൻ 48 years old. രാജന് 48 വയസ്സ്. രാജൻ എക്സ് ആണ്. രാജന്റെ വയസ്സ് 48. മകന് വൈ ആണ്. മകന്റെ വയസ്സ് 12. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഓക്കെ, ദ പെരിമീറ്റർ ഓഫ് എ ക്ലാസ് റൂം ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 34 meter. When a hall is made with 5 times the length and 3 times the breadth of the classroom, perimeter is 142 meter. If the length of the classroom is x and breadth is y. ചതുരാകൃതിയിലുള്ള ഒരു ക്ലാസ് മുറിയുടെ, ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കട്ടോ. ചതുരാകൃതിയിലുള്ള ഒരു ക്ലാസ് മുറിയുടെ ചുറ്റളവ് 34 മീറ്റർ ആണ്. ഈ ക്ലാസ് മുറിയുടെ നീളത്തിന്റെ 5 മടങ്ങ് നീളവും വീതിയുടെ 3 മടങ്ങ് വീതിയുമുള്ള ഒരു ഹാള് നിർമ്മിച്ചു. അതിന്റെ ചുറ്റളവ് 142 മീറ്റർ ആയി. ക്ലാസ് മുറിയുടെ നീളം എക്സ് ആയും വീതി വൈ ആയും എടുത്താൽ റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദ സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് മുറിയുടെ നീളത്തിന്റെയും വീതിയുടെയും തുക സൂചിപ്പിക്കുന്ന സമവാക്യം എഴുതുക.
റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദ സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഹാൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഹാളിൻ്റെ നീളം, വീതി എന്നിവയുടെ തുകയെ സൂചിപ്പിക്കുന്ന സമവാക്യം എക്സ് വൈ ഉപയോഗിച്ച് എഴുതുക. ഒരു ചോദ്യം കൂടി ഉണ്ട് നമുക്ക്. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് മുറിയുടെ നീളവും വീതിയും കണക്കാക്കുക. 2024 4 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. നോക്കിയാലോ എന്നാ. നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദ സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് മുറിയുടെയാണ് മക്കളെ, ഹാളിൻ്റെ അല്ല, ക്ലാസ് മുറിയുടെയാണ്. അപ്പൊ ക്വസ്റ്റ്യനിലോട്ടൊന്ന് ശരിക്കും സൂക്ഷിച്ചു നോക്കിയേ. ക്ലാസ് റൂം ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ, ദ പെരിമീറ്റർ ഈസ് 34. ചതുരാകൃതിയിലുള്ള ഒരു ക്ലാസ് മുറിയുടെ ചുറ്റളവ് 34 മീറ്റർ. പെരിമീറ്റർ 34 എന്ന് തന്നിട്ടില്ലേ? ഓക്കെ, അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ നീളത്തിന് എക്സ് എന്നെടുക്കാൻ പറഞ്ഞിട്ടില്ലേ? നീളം എക്സ്. വീതിയെ വൈ എന്നെടുക്കാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, വീതി വൈ. പെരിമീറ്റർ തന്നിട്ടില്ലേ? എന്താണ് പെരിമീറ്റർ? ചുറ്റളവ് കാണാനുള്ള സമവാക്യം 2 × L + B. 2 × L + B. എന്താണ് പെരിമീറ്റർ? 2 × L + B. അഥവാ നീളവും വീതിയും കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടിയാണ് പെരിമീറ്റർ. ഇതിൽ നിന്ന് L + B കാണണം. ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ L + B = 34/2. എത്രയാ 34/2? 17 കിട്ടി. അവിടെ 17 കിട്ടിയല്ലോ അവിടെ. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്. അതവിടെ കൊടുക്കുക. അപ്പൊ എക്സ് + y = 17. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദ സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ക്ലാസ് റൂം. അപ്പൊ എക്സ് + y = 17 ഒന്നാമത്തതിന്റെ ഉത്തരായി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഡിനോട്ട് ദ സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഹാൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഹാളിന്റെ നീളവും വീതിയും കാണണം. ഹാളിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കോട്ടോ. വിത്ത് 5 times the length, 3 times the breadth. അപ്പൊ ലെങ്ത് എക്സ് ആയിരുന്നു, അതിന്റെ 5 times എന്ന് പറയുമ്പോൾ 5x ആയി. ബ്രെഡ്ത്ത് വൈ ആയിരുന്നു, അതിന്റെ 3 times എന്ന് പറയുമ്പോൾ 3y ആയി. ഇതിന്റെയും പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ മിൽഗയാ എത്രയാ? 142. പെരിമീറ്റർ = 142. പെരിമീറ്റർ കാണാൻ ലൊക്കേഷൻ എന്താ? 2 × L + B. 2 × L + B. ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. നേരത്തെ ചെയ്ത പോലെ 142/2 71 കിട്ടിയില്ലേ? വാല്യൂ കൊടുക്കുക. ലെങ്ത്തിന്റെ സ്ഥാനത്ത് 5x കൊടുക്കുക, ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് 3y കൊടുക്കുക. 5x + 3y = 71. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, രണ്ട് ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതി. ഇക്വേഷൻ 1ൽ കിട്ടിയത് x + y = 17 എന്നും, ഇക്വേഷൻ നമ്പർ 2ൽ കിട്ടിയത് 5x + 3y = 71 എന്നാണ്. കോഎഫിഷ്യന്റ് സെയിം ആണോ? ആരെങ്കിലും ഒരാളെ സെയിം ആക്കണം. ഒന്നുകിൽ എക്സിനെ സെയിം ആക്കുക, അല്ലെങ്കിൽ വൈയെ സെയിം ആക്കുക. എക്സ് സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ ഒരു 5 കൊണ്ട് ഗുണിച്ചാൽ മതി. വൈ സെയിം ആക്കണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഞാൻ ഇവിടെ സെയിം ആക്കിയിട്ടുള്ളത് എക്സിനെയാണ്. ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 5 കൊണ്ട് ഗുണിച്ചു. 5 × x 5x, 5 × y 5y. 17 × 5 ചെയ്യണം. 7 5 35, 5 ശിഷ്ടം 3 വരും. 1 5 5 3 8 85. ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം തമ്മിലാണ് ഇനി കമ്പയർ ചെയ്യേണ്ടത്. 3ൽ നിന്നും 2 മൈനസ് ചെയ്യണം. ഇതാ 5xൽ നിന്നും 5x പോയിരിക്കുന്നു, അവിടെ ഇനി x ഇല്ല. 5y നിന്നും 3y പോയിരിക്കുന്നു, ബാക്കി 2y. 85ൽ നിന്നും 71, 5ന്ന് 1 പോയാൽ 4, 8ന്ന് 7 പോയാൽ 1. 2y = 14 എന്ന് കിട്ടും. ഈ 2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക. y = 14/2, y = 7. ഇനി എക്സിന്റെ വാല്യൂ കാണാൻ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിന് വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. x + y = 17. y എത്രയാ? 7 ആണ്. അപ്പൊ x + 7 = 17. x = 17 - 7, x = 10. അഥവാ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും കാണാനാണ്. നീളം x ആണ് നമ്മൾ എടുത്തത്, നീളം x. അപ്പൊ നീളം 10 മീറ്റർ. വീതിയെ നമ്മൾ എടുത്തത് y ആണ്. സോ വീതി 7 മീറ്റർ. കിട്ടിയില്ലേ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിതിൽ ഓരോന്നിന്റെ ഉത്തരം എഴുതാൻ പറ്റും. പറ്റില്ലേ മക്കളെ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യട്ടാ.
ലെങ്ത് 10 എന്നും കിട്ടും, ബ്രെഡ്ത്ത് 7 എന്നും കിട്ടും. അടുത്ത ചോദ്യം. 3 times a number added to 4 times another number gives 37. 2 times the second number subtracted from 5 times the first number gives 27. What are the numbers? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് മറ്റൊരു സംഖ്യയുടെ 4 മടങ്ങ് കൂട്ടിയാൽ 37 കിട്ടും. ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചാൽ കിട്ടുന്നത് 27 ആണ്. സംഖ്യകൾ ഏതൊക്കെയാ? 5 മാർക്ക് 2024 ചോദിച്ച ചോദ്യം. തുടങ്ങിയാലോ എന്നാ ഇവിടെ ശ്രദ്ധിച്ചോളാം. സംഖ്യകളെ ഞാൻ എക്സും വൈ എടുത്തു. ഫസ്റ്റത്തെ കണ്ടീഷൻ 3 times a number added to 4 times another number. അപ്പൊ 3x plus 4y equal to 37. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് മറ്റൊരു സംഖ്യയുടെ 4 മടങ്ങ്. സംഖ്യനെ ഞാൻ എക്സും വൈ എടുത്തു. എക്സിന്റെ 3 മടങ്ങ് 3x, വൈന്റെ 4 മടങ്ങ് 4y സമം 37. രണ്ടാമത്തെ കണ്ടീഷൻ 2 times the second number. രണ്ടാമത്തെ നമ്പർ y ആണ്. 2 times the second number. അപ്പൊ 2y സബ്ട്രാക്റ്റഡ് മൈനസ് ചെയ്തു. ആരെയാണ് മൈനസ് ചെയ്തേക്കണേ? 2y നെ. ഫ്രം എവിടുന്ന മൈനസ് ചെയ്തേക്കണേ? അപ്പൊ മൈനസ് 5 times the first number. ആദ്യത്തെ സംഖ്യയുടെ 5 മടങ്ങെന്ന്. അപ്പൊ എത്ര കിട്ടും? 27 കിട്ടും. 5x minus 2y equal to 27. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ കൂടെ 3 ആണ്, ഇവിടെ എക്സിന്റെ കൂടെ 5 ആണ്, ഇവിടെ വൈയുടെ കൂടെ 4 ആണ്, ഇവിടെ വൈയുടെ കൂടെ 2 ആണ്. ഈ 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4 ആകൂലേ? അപ്പൊ നമുക്ക് y ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് ഗുണിച്ചു. 2 × 5 10, 2 × 2 4, 2 × 27 54. ഇനി ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 1ഉം തമ്മിലാണ് കേട്ടോ. 3ഉം 1ഉം കൂട്ടാൻ പോവാണ്. കാരണം ഇത് +4y ആണ്, ഇത് -4y ആണ്. അത് ക്യാൻസൽ ആവണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂട്ടണം. അപ്പൊ 3xക്ക് 10x കൂട്ടിയാൽ 13x, 37ക്ക് 54 കൂട്ടിയാൽ 7 3 11 11 11ക്ക് 1 ശിഷ്ടം 1, 3 1 4 5 4 91 കിട്ടും. ഇനി ഈ 13നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ x ഈക്വൽ ടു 91/13. 13 ഇൻറ്റു 3നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 1ൽ അവസാനിക്കുന്ന സംഖ്യയാണല്ലോ കിട്ടുക. അപ്പൊ ഞാൻ 7 1 ഗുണിക്കാം കേട്ടോ. 3 21ക്ക് 1 ഇഷ്ടം 2, ഒരു 7 7 2 എത്രയാ? 9 കണ്ടോ. അപ്പൊ 91നെ 13 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയ എത്രയാണ്? 7. ഇനി എക്സിന്റെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാൻ പോകണം കേട്ടോ. 3x + 4y = 37. x 7 ആണ്. അപ്പൊ 3 × 7 + 4y = 37. 3 × 7 എത്രയാണ്? 21. ഇനി ഈ 21നെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ 37 - 21 വരും. 37 - 21 പോയാൽ 7 1 പോയാൽ 6 കിട്ടും. 3 2 പോയാൽ 1 കിട്ടും. അപ്പൊ 4y = 16. അതിനുശേഷം ഈ 4നെ അപ്പുറത്ത് കൊടുന്നു. അപ്പൊ y = 16/4 4 എന്ന് കിട്ടും. അപ്പൊ നമ്പർ കിട്ടിയേ x 7ഉം y 4ഉം ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ നമ്പറുകൾ? 7 4 അല്ലെങ്കിൽ 4 7. ഇതാണ് 2 നമ്പറുകൾ. അപ്പൊ സംഖ്യകൾ കിട്ടിയ എത്രയാ? 7ഉം 4ഉം. ഇനി അടുത്തൊരു ചോദ്യം. എ ഫ്രാക്ഷൻ simplified after subtracting 1 from the numerator become 1/2. If instead 7 added to the denominator and then simplified, it become 1/3. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിൽ നിന്ന് 1 കുറച്ച് ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഈ ഭിന്നസംഖ്യയുടെ ഛേദത്തോട് 7 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 ആണ് കിട്ടിയത്. By taking x as the numerator and y as the denominator, write the fraction. അംശം x എന്നും ഛേദം y എന്നും. അംശം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള നമ്പർ, ഛേദം എന്ന് പറഞ്ഞാൽ താഴെയുള്ള നമ്പർ എന്നെടുത്ത് ഭിന്നസംഖ്യയെ എങ്ങനെ സൂചിപ്പിക്കാം? ഫ്രം ഇക്വേഷൻസ് യൂസിങ് ഗിവൺ, ഫ്രം അല്ല കേട്ടോ, ഫോം എന്നാണ്. ഫോം ഉണ്ടാക്കുക കേട്ടോ. ഫോം ഇക്വേഷൻ യൂസിങ് ഗിവൺ ഡീറ്റെയിൽ. തന്നിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ്ട് സമവാക്യങ്ങൾ രൂപീകരിക്കുക. റൈറ്റ് ദ ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ എഴുതുക. 2024 5 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഫ്രാക്ഷൻ ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ x ആണ്, ഡിനോമിനേറ്റർ y ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂമറേറ്റർ പറഞ്ഞാൽ അംശം,
മറ്റത് ഛേദം. എക്സ് ബൈ വൈ, ഇത്രേ ഇതിൻ്റെ ആൻസർ ഉള്ളൂ. ന്യൂമറേറ്റർ എക്സും ഡിനോമിനേറ്റർ വൈയും. ഫ്രാക്ഷൻ എന്താണ്? എക്സ് ബൈ വൈ. കഴിഞ്ഞു ഒന്നാമത്തേൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫോം ആൻ ഇക്വേഷൻ ഫ്രം അല്ല, ഫോം ആൻ ഇക്വേഷൻ കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് 1 ഫ്രം ദ ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൽ നിന്നും 1 കുറച്ചു. അപ്പോൾ എക്സ് നിന്ന് 1 കുറച്ചിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്നാണ് കിട്ടുക. എക്സ് നിന്ന് 1 കുറച്ചിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 കിട്ടും. ഇനി ക്രോസ് ചെയ്യുക. ഈ 2നെ ഇങ്ങോട്ടും കൊണ്ടുപോവുക, ഈ വൈനെ ഇങ്ങോട്ടും കൊണ്ടുപോവുക. 2 ഇവിടെ ഹരിക്കാനാണ്, അപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. അഥവാ 2 × x - 1 1 × y y ആണ്. 2 × x എത്രയാ? 2x മൈനസ് 2 × 1 എത്രയാ? 2. ഓക്കെ, ഇനി ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തു. വൈനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, -2നെ ഞാൻ അപ്പുറത്തോട്ടും കൊണ്ടുപോയി. y ഇപ്പുറം വരുമ്പോൾ -y ആവും, -2 ഇപ്പുറം വരുമ്പോൾ +2, അഥവാ 2x - y = 2. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിക്കോട്ടോ. ഡിനോമിനേറ്ററിന് 7 കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 7 കുറച്ചു എന്നാണോ? ആഡഡ്, കൂട്ടിയെന്നാണ് കേട്ടോ. കുറച്ചത് മറ്റേലാണ്, ഇതിൽ കൂട്ടിയെന്നാണ്. ഛേദത്തിനോട് 7 കൂട്ടി, അഥവാ വൈൻ്റെ കൂടെ 7 കൂട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3. ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 3 × x 3x, 1 × y + 7 y + 7. ഈ വൈനെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ 3x - y = 7. ഇക്വേഷൻ നമ്പർ 2. ഫോം ഇക്വേഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ 2x - y = 2 എന്നും രണ്ടാമത്തെ ഇക്വേഷൻ 3x - y = 7 എന്നും കിട്ടി. ഇനി അതായത് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കാണുന്ന 2 ഇക്വേഷനും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെയും മൈനസ് ആണ്, ഇവിടെയും മൈനസ് ആണ് അല്ലേ? രണ്ടും ഒരേ ചിഹ്നങ്ങളാണ്. ഒരേ ചിഹ്നങ്ങൾ വരുമ്പോൾ മൈനസ് ചെയ്യണം, എങ്കിലേ ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യണം കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യാം. 3x നിന്ന് 2x പോയാൽ ബാക്കി ഒരു x. -y നിന്ന് -y പോയി. രണ്ടും ഒരേ സൈൻ ആണ് കേട്ടോ. രണ്ടും ഒരേ സൈന് വരുമ്പോൾ ക്യാൻസൽ ആയി പോകും മൈനസ് ചെയ്യുമ്പോൾ. -y നിന്ന് -y പോയാൽ പിന്നെ y ഇല്ലല്ലോ, ഇല്ല. 7 നിന്ന് 2 പോയാൽ 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയ എത്രയാണ്? 5. എക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കിട്ടിയ 5. ഇനി എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1 എടുത്തു. 2x - y = 2. എക്സ് എത്രയാണ്? 5 ആണ്. അപ്പോൾ 2 × 5 - y = 2 എന്ന് വരും. 2 × 5 എത്രയാണ്? 10 ആണ്. -y = 2. ഓക്കെ, അപ്പോൾ 10 - y = 2 എന്ന് കിട്ടും. ഞാൻ ഈ -y ഇപ്പുറത്തോട്ടും ഈ 2നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. കാരണം നമുക്ക് -y വാല്യൂ അല്ല, y വാല്യൂ ആണ് വേണ്ടത്. -y ഇപ്പുറം വരുമ്പോൾ y ആവും, 2 ഇപ്പുറം വരുമ്പോൾ -2 ആവും. 10 - 2 എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ y വാല്യൂ 8 എന്നും കിട്ടി, എക്സിൻ്റെ വാല്യൂ 5 എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ആരാ? 5/8. ഓക്കെ, നമ്മളുടെ ഫ്രാക്ഷൻ ആരാണ്? 5/8 എന്ന് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എഴുതുക. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുക. ഇക്വേഷൻ ഫോം ചെയ്യുക, അത് സോൾവ് ചെയ്യുക, അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ഇതാണ് നമ്മൾ ഇതിന്ന് മെയിനായിട്ട് പഠിക്കേണ്ട സാധനം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എക്സാമിന് ചോദ്യം ചോദിക്കാം. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും എക്സാമിന് ചോദ്യം ചോദിക്കുക. ജസ്റ്റ് ആ ഇക്വേഷൻ എന്താണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുക, അത് നമ്മൾ സോൾവ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഓണപരീക്ഷ ചെയ്ത് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നല്ലൊരു മാർക്ക് കിട്ടി എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സാവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മളുടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ചാപ്റ്റർ വൈസ് ഉള്ള കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഫസ്റ്റത്തെ 1-2-3 ചാപ്റ്ററിൻ്റെയൊക്കെ SCERT സൊല്യൂഷൻസ് നമ്മൾ SCERT ക്ലാസ് 9 എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മളുടെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ്റെയും പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്ത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സോ സീ യു സൂൺ. ബൈ ബൈ.